Good afternoon. Okay, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ തുടങ്ങിയത് 10th മൊഡ്യൂളിലെ റെസ്പോൺസിബിലിറ്റി അല്ലേ? റെസ്പോൺസിബിലിറ്റീസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, റെസ്പോൺസിബിലിറ്റീസിൽ എത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു? 7 കംപ്ലീറ്റ് ആക്കിയായിരുന്നു അല്ലെ? കമ്മ്യൂണിറ്റി റിലേഷൻ വരെയല്ലേ പറഞ്ഞത്? 8ാമത്തെ പോയിന്റ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ പോയിന്റ് ആട്ടോ. ഒരു നമ്മള് നോക്കിയ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, ദെൻ കമ്മ്യൂണിറ്റി റിലേഷൻ. 7 പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അത് നോക്കുക കേട്ടോ. 8ാമത്തെയാണ് റിസ്ക് മാനേജ്മെന്റ്. അടുത്ത റെസ്പോൺസിബിലിറ്റി ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആണ് റിസ്ക് മാനേജ്മെന്റ്. Administration evaluate and manage risk connected with the hospital operations. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകട സാധ്യത. പേജ് നമ്പർ ആണോ? പേജ് നമ്പർ 95. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള റിസ്കുകൾ അല്ലെ, അപകട കാര്യങ്ങൾ, അപകട സാധ്യതകൾ, അതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഡാഷ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് അങ്ങനെ ചോദിക്കാം. ആ സെന്റൻസുകളും ഒന്ന് നോട്ട് ചെയ്തത്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകട സാധ്യതകള് അതേക്കുറിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുക. Then execute ചെയ്യുക, perform നിർവഹിക്കുക. Protocols and policies to minimize potential risk, supervise patient and employee safety measures, and handle legal and insurance matters associated with the hospital. ഇനി അതുകൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? They execute perform നിർവഹിക്കുക. They execute. പ്രോട്ടോകോൾസ് ആൻഡ് പോളിസീസ്, ഹോസ്പിറ്റലിലെ നിയമങ്ങള്, പോളിസികള് അല്ലെ, അതൊക്കെ എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു മിനിമൈസ് ദ പൊട്ടൻഷ്യൽ റിസ്ക്, സാധ്യതയുള്ള അപകടങ്ങള് അതിനെ കുറയ്ക്കാനായിട്ട്. സൂപ്പർവൈസ് ദ പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്, പേഷ്യൻസിന്റെയും എംപ്ലോയീസിന്റെയും സുരക്ഷാ കാര്യങ്ങള്. ആൻഡ് ഹാൻഡ്ലിംഗ് ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ്, നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങള് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടത് കണ്ടോ. അസോസിയേറ്റഡ് വിത്ത് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെ. അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സ് ഇതൊക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇത് ഒന്നാമത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി അടുത്ത നോക്കിയേ, ഇൻഫർമേഷൻ മാനേജ്മെന്റ്. അടുത്തതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. Administrators supervise the implementation and maintenance of health information system and electronic medical records. അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ മറ്റൊരു ഉത്തരവാദിത്തം എന്താ? സൂപ്പർവൈസ്, മേൽനോട്ടം വഹിക്കുക, ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഇതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, HIS, മെയിൻറ്റെയിൻ hospital and then health information system and electronic medical record. കമ്പ്യൂട്ടറുകളില്ലേ, കമ്പ്യൂട്ടറിലേക്ക് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതൊക്കെ കീപ്പ് ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക. ഇതെല്ലാ കാര്യങ്ങളും ഇതാണ് മാനേജ്മെന്റിനുള്ള ഇൻഫർമേഷൻ അല്ലെ. ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ, അത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിപ്പോ ചെല്ലുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് എവിടെയാണ്? സിസ്റ്റത്തിലേക്ക്. പണ്ടൊക്കെ നമ്മള് പേജിന്റെ ഫയൽ ചെയ്ത് വെക്കായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അല്ലെ, ഇലക്ട്രോണിക് മെഡിക്കൽ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്തൊക്കെയാണ് അല്ലെ.
അതിന്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. അടുത്തത് guarantee the confidentiality and the security of patient information while facilitating efficient data management and reporting. They guarantee പിന്നെ എന്ത് ചെയ്യുന്നു, the confidentiality, രഹസ്യാത്മകത, and the security of patient information. നമ്മുടെ പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അത് സെക്യൂർ അല്ലേ, സിസ്റ്റത്തിൽ സെക്യൂർ ആയിട്ട് ഇരിക്കല്ലേ, വേറെ ആർക്കും കയറി എടുക്കാൻ പറ്റുമോ? ആ ഒരു രഹസ്യ സ്വഭാവം, സെക്യൂരിറ്റി, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ, ഇതിനുള്ള ഒരു രഹസ്യാത്മകത, ഇതെല്ലാം ഉറപ്പുവരുത്തുന്നു. എങ്ങനെ? while facilitating efficient data management and reporting. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റ്, റിപ്പോർട്ടിംഗ്, അതിനുള്ള സൗകര്യത്തോട് അത് അനുവദിച്ചുകൊണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അത് സെക്യൂർ ആയിട്ടും അത് രഹസ്യാത്മകതയും ഇത് ഉറപ്പുവരുത്തുന്നു. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. That supervise the implementation and maintenance. അതിന് ഓരോ സെന്റൻസിനും നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. കൊളാബറേറ്റ് ചെയ്യുക, സഹകരിക്കുക, സഹകരണം, ലീഡർഷിപ്പ്, നേതൃത്വവും. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്, സഹകരണവും അതുപോലെ നേതൃത്വവും. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് കൊളാബറേറ്റീവ്ലി വിത്ത് ദ ഫിസിഷ്യൻ, നേഴ്സസ് ആൻഡ് അതർ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു എൻഷുർ എ കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ. കണ്ടോ, ഈ അഡ്മിനിസ്ട്രേറ്റർ ആരുമായിട്ട് വർക്ക് ചെയ്യണം? കൊളാബറേറ്റ്, ആരുമായിട്ട് സഹകരിച്ച? ഫിസിഷ്യനുമായിട്ട്, നേഴ്സുമായിട്ട്, മറ്റുള്ള ഹെൽത്ത് പ്രൊഫഷണൽ, ഇവരൊക്കെ ആയിട്ട് സഹകരിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടി? to ensure a coordinated and efficient delivery of care. അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പരിചരണം ഡെലിവറി ചെയ്യാൻ, അത് കോർഡിനേറ്റ് ചെയ്യാൻ, ഏകോപിപ്പിക്കാൻ, ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഹെൽത്ത് പ്രൊഫഷണൽസ്, പിന്നെ അതുപോലെ നേഴ്സസ്, ഫിസിഷ്യൻ എല്ലാവരുമായിട്ട് സഹകരിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യണം. അവർ ഒറ്റയ്ക്ക് ഒരു എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ അല്ല ചെയ്യേണ്ടത്. അവരെന്താണ്? ഫിസിഷ്യനും നേഴ്സും ഹെൽത്ത് പ്രൊഫഷണൽ ഇവരെല്ലാവരുമായിട്ട് എന്താണ് സഹകരിച്ച് വർക്ക് ചെയ്യണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നല്ലൊരു ഡെലിവറി അല്ലേ, ഒരു കെയർ പേഷ്യൻസിന് കൊടുക്കുന്ന നല്ലൊരു പരിചരണം അത് ഡെലിവറി ചെയ്യാനായിട്ട്. They give leadership, support, guidelines to staff members, promoting a positive and collaborate working culture. കണ്ടോ, ഇനി എന്താ? They give leadership, നേതൃത്വം കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, ഗൈഡ്ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആർക്ക്? ടു സ്റ്റാഫ് മെമ്പേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സിന്. അല്ലേ, സ്റ്റാഫ് മെമ്പേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർമാര് സ്റ്റാഫ് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം, അവർക്ക് വേണ്ട സപ്പോർട്ട്, പിന്തുണ, ഗൈഡ്ലൈൻസ്, നേതൃത്വം എല്ലാം കൊടുക്കുന്നു. Then promoting a positive and collaborative work culture. എന്തിനു വേണ്ടി? എന്ത് പ്രോത്സാഹിപ്പിക്കാൻ പ്രൊമോട്ട് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള വർക്ക് കൾച്ചർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നേതൃത്വവും അതുപോലെ മാർഗനിർദ്ദേശവും എല്ലാം കൊടുക്കുന്നതും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, 10 പോയിന്റ് കേട്ടോ. 10 പോയിന്റ്സ് തന്നെ നിങ്ങൾ നോക്കി വെക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നോക്കി വെക്കാം. ഇനി 10th പോയിന്റിൽ തന്നെ പറയുന്നതാണ് അതിന്റെ ഒപ്പം, അതായത് അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ കൊടുത്തേക്കുന്നതാണ്. These responsibility may differ depending on the size and type of the hospital. കണ്ടോ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി വ്യത്യാസപ്പെടാം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച്, ഏത് ടൈപ്പ് ഹോസ്പിറ്റൽ ആണ്, ഏത് സൈസ് ഹോസ്പിറ്റൽ ആണ്, അല്ലെ, അതിനനുസരിച്ച് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരാം. ബട്ട് ഓവറോൾ, എന്നാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ, ഒരു
പ്രധാനമായിട്ട് റോൾ ഉണ്ട് ഏതില് ഇൻ മാനേജിങ് ആൻഡ് എൻഹാൻസിങ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഓപ്പറേഷൻ ആൻഡ് സർവീസ് പ്ലേ എ വൈറ്റൽ റോൾ. മാനേജ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ ആൻഡ് എൻഹാൻസിങ് മെച്ചപ്പെടുത്താൻ എൻഹാൻസ് ചെയ്യാൻ മെച്ചപ്പെടുത്താം ദ ഫെസിലിറ്റീസ് ഓപ്പറേഷൻ ആൻഡ് സർവീസ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലിലെ സേവനങ്ങള് ഇതെല്ലാം ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ അല്ലെ പ്രവർത്തനങ്ങള് സേവനങ്ങള് ഇതെല്ലാം മെച്ചപ്പെടുത്താനും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓവറോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൊത്തത്തില് ഓക്കെ ഡാഷ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ എല്ലാത്തിന്റെ ആൻസർ നമ്മൾ പഠിച്ചു വെച്ചേക്കണെയാണ്. ലാസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ കൺക്ലൂഷൻ പോലെ അതായത് ഈ റെസ്പോൺസിബിലിറ്റി വ്യത്യാസപ്പെടാം എന്തിനനുസരിച്ച് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ സൈസ് അതുപോലെ ടൈപ്പ് ഏത് തരമാണ് ഹോസ്പിറ്റലാണ് അതിനെ ബേസ് ചെയ്തിട്ട് റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസം വരാം അല്ലേ. എന്നാൽ ബട്ട് ഓവറോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു പ്ലേ എ വൈറ്റൽ റോൾസ് പ്രധാനമായിട്ട് റോള് ചെയ്യുന്നുണ്ട് ഈ മാനേജിങ് ആൻഡ് എൻഹാൻസിങ് മാനേജ് ചെയ്യുക കൈകാര്യം ചെയ്യുക എൻഹാൻസ് ചെയ്യുക മെച്ചപ്പെടുത്തുക ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങള് സർവീസുകൾ മെച്ചപ്പെടുത്താനും മാനേജ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. 10 റെസ്പോൺസിബിലിറ്റി നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കി ഇനി ഓരോരുത്തരുടെയും അവിടെ തിരിച്ചു പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ഇത് മാറിപ്പോരുത് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്താ ചെയ്യുന്നത് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ ഹോസ്പിറ്റൽ നോർമലി കംപ്രൈസസ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ക്ലറിക്കൽ എന്താ ഓഫീസ് ജോലികള് ഏതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD-യിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലറിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാന്റെ ഉത്തരവാദിത്വം അത് ചെയ്യുന്ന ആരാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അണ്ടർലൈൻ ചെയ്തോട്ടോ. Administrative and clerical duties related to the operations of outpatient department. മാറിപ്പോവോ outpatient ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ക്ലറിക്കൽ ഡ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ചെയ്യുന്നത് അതിൽ തന്നെ ആൻസർ ആരാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എടുക്കേണ്ട ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ക്ലിയർ അല്ലേ? ആണോ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഇതൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങള് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഫസീൽ ഇവിടെ തമ്പിട്ടുണ്ട് കേട്ടോ. ഒരാൾ മാത്രം എനിക്കൊരു തമ്പ് തന്നു ഓക്കെ ആണെന്ന്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ അത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിന്റെ ചാടി എഴുതാം ഉത്തരം. ഓക്കെ ഇനി നോക്കി എന്തൊക്കെയാണ് അവിടെ. ഓക്കെ വെരി ഗുഡ്. സം ഓഫ് ദ ഞാൻ ഓർത്തെ നിങ്ങൾ ഇനി ഉച്ച ഇനി ഒരു ക്ലാസ് കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ ഇനി അവിടെ നിന്ന് ഉറങ്ങിപ്പോയെന്ന് അറിയില്ലല്ലോ അതന്നെ ചോദിച്ചതാ. സം ഓഫ് ദ കീ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ ഹോസ്പിറ്റൽ കംപ്രൈസസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണേന്ന് നോക്കിയേ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് പോയിന്റ്സ് നോക്കാട്ടോ. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ രോഗി പരിചരണത്തെ ഏകോപിപ്പിക്കുക ആൻസറിംഗ് ഫോൺ കോൾസിന് മറുപടി പറയുക മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ പേഷ്യൻസിന്റെ വിവരങ്ങൾ മാനേജ് ചെയ്യുക പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ് പ്രോസസ് ചെയ്യുക then handling administrative task then administrative ഭരണപരമായിട്ടുള്ള ടാസ്കുകൾ കൈകാര്യം ചെയ്യുക പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ് ഈ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? പോയിന്റ്സ് നോക്കിയോട്ടെ ഓരോന്നും. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ് ഒന്നാമത്തെ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് അപ്പോയിന്റ്സ് ആർ ആക്ച്വലി പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് മെഡിക്കൽ
റിക്വയർമെന്റ്സ്. പിന്നെ ഈ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? പേഷ്യൻസിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സ്, മെഡിക്കൽ ആവശ്യകതകളെ പ്രയോറിറ്റൈസ്, മുൻഗണന കൊടുത്തുകൊണ്ട് ഒത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ആദ്യം കാണുന്ന രീതിയിൽ വേണം അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട്. അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അതാ പറഞ്ഞിരുന്നത് അവിടെ ഒരു പ്രയോറിറ്റൈസ്ഡ് മുൻഗണന ബേസിലായിരിക്കണം. കണ്ടോ? പേഷ്യന്റ് മെഡിക്കൽ റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് മെഡിക്കൽ റിക്വയർമെന്റ്സ് അതിനെ ബേസ് ചെയ്തിട്ട് മുൻഗണന കൊടുക്കുന്ന രീതിയിൽ അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്യണം? പേഷ്യൻസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഫസ്റ്റ് ഒരു സെന്റൻസ് ഉള്ളൂ, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. Now she is accountable for scheduling appointments for patients. Okay. ഇനി രണ്ടാമത്തെ നോക്കിയേ, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. ഒരു രോഗി പരിചരണം അതിനെ ഏകോപിപ്പിക്കുന്നു. കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. The outpatient secretary works neatly എന്ന് പറഞ്ഞാൽ തീഷ്ണമായി with the other hospital staff to coordinate patient care, which include എന്തൊക്കെയാണ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എങ്ങനെ വർക്ക് ചെയ്യണം? തീഷ്ണമായി വർക്ക് ചെയ്യണം. ആരുമായിട്ട്? with other hospital staff, ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളുമായിട്ട് തീഷ്ണമായി വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടി? to coordinate patient care, രോഗി പരിചരണം അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, ഏകോപിപ്പിക്കാൻ. which include കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അവർക്കുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കുള്ള അറേഞ്ച്മെന്റ്സ്, ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അതിനുള്ള അറേഞ്ച്മെന്റ്സ്, getting medical records എടുക്കുക, and ensuring that patient receives follow up checkup, പേഷ്യൻസ് അനുയോജ്യമായിട്ടുള്ള ഫോളോ അപ്പ് കെയറുകൾ റിസീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക തുടങ്ങിയ പേഷ്യന്റ് കെയർ അല്ലെ അതിനെ കാര്യങ്ങൾ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ഒരു തീഷ്ണമായി വർക്ക് ചെയ്യുക. പേഷ്യന്റ് കെയർ, രോഗി പരിചരണം അതിനെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുമായിട്ട്? മറ്റുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫുമായിട്ട് തീഷ്ണമായി വർക്ക് ചെയ്യുക. ഫുള്ളൊന്നും വേണമെന്നില്ല കേട്ടോ. പേഷ്യന്റ് കെയർ ആ കോമ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. Outpatient secretary was nearly with other hospital staff to coordinate patient care. അടുത്ത നോക്കിയേ, ആൻസറിംഗ് ഫോൺ കോൾസ്. ഇനി ഫോൺ കോളുകൾക്ക് മറുപടി പറയുക. The outpatient secretary is accountable for answering phone calls and directing patient to concerned department or staff members. ഉണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? ആർക്ക് ഉത്തരവാദിത്തം? ഫോൺ കോളുകൾക്ക് ആൻസർ ചെയ്യുക, മറുപടി പറയുക, ആൻഡ് ഡയറക്റ്റിംഗ്, പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യുക. ഇങ്ങോട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക്, പേഷ്യൻസിനെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടോ, അവരുമായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അവർ കൺസേൺ ചെയ്യുന്നത് അതിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇതിലേക്കാണോ അങ്ങോട്ടേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക. അവര് ശരിയായ ആ ഒരു ഇതിലേക്ക് അവരെ നിർദ്ദേശിക്കുക, ഡയറക്റ്റ് ചെയ്യുക. ഫോൺ കോൾസ് ആൻസർ ചെയ്യുക. ആൻഡ് ഡയറക്റ്റിംഗ് പേഷ്യന്റ് ടു കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓർ സ്റ്റാഫ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫ് മെമ്പേഴ്സ് അവരിലേക്ക് ശരിയായ ഡയറക്റ്റ് ചെയ്യുക. അടുത്തതാണ് മാനേജിങ് പേഷ്യൻസ് ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ വിവരങ്ങൾ അതിനെ മാനേജ് ചെയ്യുക. The outpatient secretary maintains exact and കൃത്യമായിട്ടുള്ള, എക്സാക്ട് എന്ന് വെച്ചാൽ കൃത്യമായ, ആൻഡ് അപ് ടു ഡേറ്റ് പേഷ്യന്റ് ഇൻഫർമേഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം. ഇലക്ട്രോണിക് മെഡിക്കൽ കമ്പ്യൂട്ടർ ഇല്ലേ, കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങള് ആഡ് ചെയ്ത് കൊടുക്കണം. Outpatient secretary maintain exact,
കൃത്യമായിട്ടുള്ള ആൻഡ് അപ് ടു ഡേറ്റ്, കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്നത്തെ തന്നെ നാളത്തെ, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട്, അത് അവിടെ പെൻഡിങ് ഇടാനൊന്നും പാടില്ല. അപ് ടു ഡേറ്റ് ആയിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങള് ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലേക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാ, ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങള്, മെഡിക്കൽ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇൻഷുറൻസ് ഇൻഫർമേഷൻ, ഇൻഷുറൻസ് വിവരങ്ങള്. ഇങ്ങനെ ഉൾപ്പെടുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അല്ലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 3 പോയിന്റ്സ് ക്ലിയർ ആണെന്നൊക്കെ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, coordinating patient care, answering phone calls, managing patient information. Okay ആണോ നോക്കി വായിച്ചേ. ഇതിനകത്ത് ഓരോന്നും ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യന്റ്, അത്രയൊന്നും നോട്ട് ചെയ്തിട്ടാ മതി. ആ ലൈൻ ഫുൾ ആയിട്ട് വരച്ചിടുന്നതൊന്നുമില്ല. ഇത് കാണുമ്പോഴത്തേക്ക് അറിയാലോ പേഷ്യൻസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആരാണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. രണ്ടാമത്തെ പേഷ്യന്റ് ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റുള്ള സ്റ്റാഫുമായിട്ട് ഒരുമിച്ച് തീഷ്ണതയോടുകൂടി വർക്ക് ചെയ്യുക. പിന്നെ ഫോൺ കോളുകൾക്ക് ആൻസർ ചെയ്യുക. അതുപോലെ പേഷ്യൻസിനെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുക. പേഷ്യൻസിന്റെ വിവരങ്ങള് മാനേജ് ചെയ്യുക. അതായത് പേഷ്യൻസിന്റെ ഡേറ്റാസ്, അത് കൃത്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ഡേറ്റാസ്, കൃത്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ഡേറ്റാസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെ, പേഷ്യൻസിന്റെ ജനസംഖ്യ എത്രത്തോളം ഇതുണ്ട്, അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ ജനസംഖ്യാപരമായിട്ടുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അതൊക്കെ വരുന്ന, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇൻഷുറൻസ് ഇൻഫർമേഷൻ, ഇതെല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന പേഷ്യൻസിന്റെ ആ വിവരങ്ങള് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പിന്നെ ആ പോയിന്റ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അപ്പൊ ആ പറഞ്ഞേക്കണേ എല്ലാ പോയിന്റ്സും നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. 7 പോയിന്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് റെസ്പോൺസിബിലിറ്റി ആൻസർ അവിടെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഇനി ആകടെയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിക്കവാറും ഫസ്റ്റ് സെന്റൻസ് തന്നെയാണ്, അത് ഡാഷ് ഇട്ട് തന്നാലും നിങ്ങൾ മനസ്സിലാക്കണം ആർക്കടെയാണെന്നുള്ളത് കേട്ടോ. അടുത്ത നോക്കി 5-ാമത്തെ എന്താ, പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡുകള് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രോസസ് ചെയ്യുക. The outpatient secretary process request for medical record, മെഡിക്കൽ റെക്കോർഡുകൾക്കുള്ള അഭ്യർത്ഥനകള്, റിക്വസ്റ്റുകള്, മെഡിക്കൽ റെക്കോർഡുകൾക്കുള്ള അഭ്യർത്ഥനകള്. പിന്നെ മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, അതെങ്ങനെയാ, പേഷ്യൻസിന്റെ രഹസ്യാത്മകത കീപ്പ് ചെയ്യണം. അവര് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡേറ്റാസ് അല്ലെ, അതിനൊരു കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത സൂക്ഷിക്കണം. അത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനോ ഇതൊന്നും പാടില്ല അല്ലെ. അപ്പൊ അത് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. ആൻഡ് റിലീസ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽ, അതിന് അധികാരപ്പെട്ട ആളുകൾക്ക് അത് റിലീസ് ചെയ്യുകയും ചെയ്യണം. അതായത് മെഡിക്കൽ റെക്കോർഡുകളുടെ ഒരു പ്രോസസ്സിങ്, മെഡിക്കൽ റെക്കോർഡുകൾക്കുള്ള റിക്വസ്റ്റുകള് അപ്പോ എങ്ങനെ വേണം, പേഷ്യൻസിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന രീതിയിൽ മെഡിക്കൽ റെക്കോർഡ്സ് അതിന് അധികാരപ്പെട്ട ഓതറൈസ്ഡ് അനുമതിയുള്ള അധികാരപ്പെട്ട ഇൻഡിവിജ്വൽസിന് അത് റിലീസ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തതാണ് ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, ഭരണപരമായിട്ടുള്ള ടാസ്കുകൾ കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. The outpatient secretary is accountable for handling a variety of administrative, ഭരണപരമായിട്ടുള്ള ടാസ്കുകൾ കൈകാര്യം ചെയ്യുക. ലൈക്ക് ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്, ഓഫീസിലേക്ക് വേണ്ട സപ്ലൈകൾ ഓർഡർ ചെയ്യുക. ഔട്ട്പേഷ്യന്റിലേക്ക് വേണ്ട, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട ഓഫീസ് സപ്ലൈകൾ ഓർഡർ ചെയ്യുക. ഫില്ലിംഗ് അല്ല, ഫയലിംഗ് ആണ് കേട്ടോ. ഫയലിംഗ് പേപ്പർ വർക്കുകളൊക്കെ ഫയൽ ചെയ്യുക.
കറക്റ്റ് ആക്കി വെക്കുക, ഫയലിലാക്കുക. ഫയൽ ചെയ്യുക, ഫയലിംഗ് ആണ് കേട്ടോ, ഫയലിംഗ് പേപ്പർ വർക്ക്. ആൻഡ് മാനേജിങ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകള്, ഇതെല്ലാം മാനേജ് ചെയ്യുക. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, administrative tasks. The outpatient secretary is accountable for handling variety of administrative tasks. പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കൈകാര്യം ചെയ്യണം. അതായത് ഓഫീസ് സപ്ലൈകൾ ഓർഡർ ചെയ്യുക, പേപ്പർ വർക്കുകളൊക്കെ ഫയൽ ചെയ്യുക, ഫയലിംഗ് പേപ്പർ വർക്ക് ഫയൽ ചെയ്യുക, കറസ്പോണ്ടൻസ് കത്തിടപാടുകൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അവിടെ ഡാഷ് ഇട്ട് തരാട്ടോ, dash is accountable for, അല്ലെങ്കിൽ who is accountable for handling, അങ്ങനെ ആ സെന്റൻസ് തന്നെ എടുത്തും തരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാം. അടുത്ത് നോക്കിയേ, പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. എന്താണ്? കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. The outpatient secretary is often the first point of contact for patient, so providing excellent customer service is a crucial part of the job. അപ്പൊ ഔട്ട്പേഷ്യന്റിലേക്ക് വരുന്ന അവിടെ ഇപ്പൊ എന്തെങ്കിലും ഇതിനൊക്കെ ആയിട്ടും പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ. അവിടുത്തെ കാര്യങ്ങള് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും ഔട്ട്പേഷ്യന്റ് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേണം ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി നല്ലൊരു എക്സലന്റ് മികച്ച ഒരു കസ്റ്റമർ സർവീസ് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമാണ്. സോ പ്രൊവൈഡിങ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ജോബ്. അതിന്റെ ജോലിയുടെ ഒരു ഭാഗമാണ് നല്ലൊരു കസ്റ്റമർ സർവീസ്, മികച്ച കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, is often the first point of contact for patients, so providing excellent customer service is a crucial part of the job. അങ്ങനെ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള നിർണായകമായ ജോലിയുടെ ഒരു ഭാഗമാണ് കസ്റ്റമർ സർവീസ്, പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. അതുകൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ, ആ ഒരു പോയിന്റ്സും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Then, overall, an outpatient secretary play a key role in making sure that outpatient department runs smoothly and efficiently. അല്ലേ? അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി എന്താ ഉറപ്പുവരുത്തേണ്ടത്? മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ എങ്ങനെ പ്രവർത്തിപ്പിക്കണം? സ്മൂത്ത്ലി, സ്മൂത്ത് ആയിട്ട്, ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സുഗമമായും കാര്യക്ഷമമായും കാര്യക്ഷമമായിട്ടും and that patients obtain high, അങ്ങനെ പേഷ്യൻസിന് എന്ത് നേടണം? ഹൈ ക്വാളിറ്റി കെയർ, and that the patient obtain high quality care. പേഷ്യൻസ് നല്ലൊരു ഗുണമേന്മയുള്ള ഒരു കെയർ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പുവരുത്തണം. സ്ട്രോങ് ലാസ്റ്റ് ആ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Dash play a key role in making sure that outpatient department runs smoothly and efficiently. അത് കാണുമ്പോൾ അറിയാം, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സുഗമമായിട്ടും കാര്യക്ഷമമായും നടത്തുക അതിനുള്ളൊരു ഉത്തരവാദിത്തം ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഇനി അവർക്ക് എന്തൊക്കെ വേണം അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടത്തണമെങ്കിൽ എന്തൊക്കെ സ്കിൽസ് വേണം? സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ, ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് വേണം. സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ, നല്ല ഉയർന്ന നിലവാരമുള്ള ഒരു എല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം, സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, ഡീറ്റെയിൽസിലേക്കുള്ള ശ്രദ്ധ, അറ്റൻഷൻ ടു ഡീറ്റെയിൽസിലേക്കുള്ള ശ്രദ്ധ. ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മികച്ച ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മികച്ച ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ആർ നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവന് ജോലിക്ക് അനിവാര്യമാണ്. നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾസ്.
അവന്റെ റോൾസിന് അനിവാര്യമായിട്ടുള്ള റോൾസിന് എന്താണ് വിജയത്തിന് ആ റോളില് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന ആ റോളിന്റെ വിജയത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഓർഗനൈസേഷണൽ സ്കിൽസ് വേണം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഡീറ്റെയിലേക്കുള്ള ഒരു ശ്രദ്ധ വേണം, എക്സലന്റ് മികച്ച ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. Strong organizational skill, attention to detail, and excellent communication skill are necessary for success in these roles. Okay, clear ആണോ? അപ്പൊ നമ്മള് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ ആ പാരഗ്രാഫില് നമ്മൾ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡാഷ് പ്ലേ എ കീ റോൾ ഇൻ, ആ ഒരു സെന്റൻസും രണ്ടാമത്തെ എന്തൊക്കെ സ്കില്ലുകൾ വേണം എന്നുള്ളത് കേട്ടോ. അപ്പോ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആ ഒരു റോള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു നല്ലൊരു ഓർഗനൈസേഷൻ, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്, ഡീറ്റെയിൽസിലേക്കുള്ള ശ്രദ്ധ വേണം, ആൻഡ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം. ഓക്കെ, അത്രയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ആ ജോബ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്. 7 പോയിന്റ്സും ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് എന്നാലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് സെന്റൻസുകൾ തന്നെ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസിന് മറുപടി പറയുക, മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുക, പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ് ചെയ്യുക, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ടാസ്കുകൾ കൈകാര്യം ചെയ്യുക, പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ബാക്കി ലാസ്റ്റ് ആ പാരഗ്രാഫില് 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് ഇതെല്ലാരും നമ്മള് എല്ലാം റെസ്പോൺസിബിലിറ്റി തന്നെയാട്ടോ. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ നമ്മൾ ആദ്യം പറഞ്ഞു, രണ്ടാമത്തെയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, മാറിപ്പോയത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ഈ മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി, അദ്ദേഹത്തിന്റെ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നേ നോക്കിയേ. The medical secretary will execute secretarial duties. സെക്രട്ടേറിയൽ എന്ന് പറഞ്ഞാൽ ആ കാര്യനിർവഹണപരമായിട്ടുള്ള ഡ്യൂട്ടീസ്. കാര്യനിർവഹണപരമായിട്ടുള്ള കാര്യങ്ങള്. മെഡിക്കൽ സെക്രട്ടറി, the medical secretary will execute secretarial duties. ഒരു കാര്യനിർവഹണപരമായിട്ടുള്ള ഡ്യൂട്ടീസ് യൂസിങ് എ സ്പെസിഫിക് നോളജ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി ആൻഡ് ഹോസ്പിറ്റൽ. മെഡിക്കൽ ടെർമിനോളജി നിങ്ങൾ പഠിച്ചില്ലേ? മെഡിക്കൽ ടേംസുകള് അല്ലെ? മെഡിക്കൽ ടെർമിനോളജി, അബ്രിവിയേഷൻസ് അല്ലെ, പ്രിഫിക്സ് സഫിക്സ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ച് നല്ല ഒരു നോളജ് വേണം അല്ലെ? മെഡിക്കൽ ആയിട്ടുള്ള അല്ലെ മരുന്നുകളുമായി സംബന്ധിക്കുന്ന കാര്യങ്ങള്. അപ്പൊ അദ്ദേഹത്തിന് എന്തിനൊക്കെ ഉള്ള നോളജ് വേണം നോക്കിയേ? മെഡിക്കൽ ടെർമിനോളജി ആൻഡ് ഹോസ്പിറ്റൽ, ക്ലിനിക്, ചികിത്സാ സംബന്ധമായിട്ടുള്ള ലബോറട്ടറി പ്രൊസീജിയർ, ഇതേക്കുറിച്ചുള്ള ആ റോള് വേണം. അതേക്കുറിച്ചുള്ള ആ റോളില്, മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ റോളില് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ് അല്ലെ? സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ്, കാര്യനിർവഹണപരമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്. അത് ഇതിന് ഈ നോളജ് വേണം. ആ 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Medical secretary will execute secretarial duties using specific knowledge of medical terminology and hospital, clinical, laboratory procedure. ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ്, ഇനി ഡ്യൂട്ടീസിൽ എന്തൊക്കെയാ വരുന്നത്? ഡ്യൂട്ടീസും വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ ഫുള്ള് പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യണ്ട. എല്ലാരും വരുമ്പോ മാറിപ്പോരുത് നിങ്ങള്. മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി നമുക്ക് represent physician by screening, help with the scheduling, receiving and announcing scheduled patients and visitors. ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്യുക. റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്, ഓരോ പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്ത ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്യുക. ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. റിസീവിംഗ് ആൻഡ് അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, ഷെഡ്യൂൾഡ് ചെയ്ത പേഷ്യൻസിനെ വിസിറ്റേഴ്സിനെ ഇതിനൊക്കെ റിസീവ് ചെയ്യുക, എന്ത് ചെയ്യുക? അനൗൺസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുക. Receiving and announcing scheduled patients and visitors. Scheduled patients, visitors receive ചെയ്യുക, announce.
Then help a physician in daily work. ദിവസേനയുള്ള ജോലിയിൽ ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുക. ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ഫിസിഷ്യൻ ഇൻ ഡെയിലി വർക്ക്. ഫിസിഷ്യൻ ചെയ്യുന്ന ജോലി, അതിനെ ഫിസിഷ്യൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഫിസിഷ്യനെ ആയിട്ട് റിലേറ്റ് ചെയ്താട്ടോ നമ്മളിപ്പോ 2 പോയിന്റ് പറഞ്ഞത്. അങ്ങനെ കുഞ്ഞു ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ് ഒന്നാമത്തെ, അത്രയെങ്കിലും നോക്കി വെക്കാം. റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്. രണ്ടാമത്തെ ഹെൽപ്പ് ഫിസിഷ്യൻ ഇൻ ഡെയിലി വർക്ക്. ഓക്കെ. ഇനി മൂന്നാമത്തെ കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുക, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. Collect patient information and keeps patients records. Then ensure physician productivity by maintaining calendars. Calendars maintain ചെയ്തിട്ട്, അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഓരോ പ്രോഗ്രാമും ഡേറ്റ് അനുസരിച്ച് ചാർട്ട് ചെയ്ത് വെക്കുക. അതാണ് മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്തുക. എങ്ങനെ? മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്, അതായത് കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് ഓരോ പ്രോഗ്രാംസും, ഫിസിഷ്യന്റെ ഓരോ പ്രോഗ്രാംസും എങ്ങനെയാ ഡേറ്റ് അനുസരിച്ച് ചാർട്ട് ചെയ്ത് വെക്കുക. Then provide historical reference by progressing and utilizing filing and retrieval system. Provide historical references. Provide, സോറി, അതിന് മുന്നേ ഒരു പോയിന്റ് ഇല്ലേ? നമ്മൾ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്, രണ്ടാമത്തെ ഹെൽപ്പ് ഫിസിഷ്യൻ ഇൻ ഡെയിലി വർക്ക്, മൂന്നാമത്തെ എന്താ പറഞ്ഞ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, പേഷ്യന്റിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. നാലാമത്തെ നോക്കിയേ, അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, നാലാമത്തെ പറഞ്ഞു എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി. എങ്ങനെ? മെയിൻറ്റെയിനിങ് കലണ്ടർ, അതായത് ഓരോ പ്രോഗ്രാമും ഡേറ്റ് അനുസരിച്ച് തന്നെ ചാർട്ട് ചെയ്ത് വെക്കുക. അടുത്ത നോക്കിയ അഞ്ചാമത്തെ പോയിന്റ്, പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിറ്റക്ഷൻ, preparation medical report and creating summaries. ഉണ്ടോ? അതായത് ഇന്റർപ്രറ്റിംഗ് നിർദ്ദേശങ്ങൾ. പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക എന്നാണ് കേട്ടോ. ഡിറ്റക്ഷൻ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിച്ചും. ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിച്ചും മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയും ക്രിയേറ്റിംഗ് ജോബ് സമ്മറി ക്രിയേറ്റ് ചെയ്തും ആ ഒരു പ്രൊസീജിയർ ചെയ്തും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അടുത്ത പോയിന്റില് പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം. ഹിസ്റ്റോറിക്കൽ റെഫറൻസുകള്, പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് എങ്ങനെ? ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രൈവൽ. റിട്രൈവ് ചെയ്യുക, വീണ്ടെടുക്കുന്ന ഫയലിംഗ് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ ഹിസ്റ്റോറിക്കൽ റെഫറൻസ്, അവരുടെ ഹിസ്റ്ററി സംബന്ധിച്ച കാര്യങ്ങൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് എന്ന് വെച്ചാൽ അവരുടെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ റിട്രൈവൽ സിസ്റ്റം, വീണ്ടെടുക്കല്, റിട്രൈവ് ചെയ്യാതെ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് അത് കറക്റ്റ് പ്രോസസ് നടത്തിയിട്ട് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുക. അത്രയും നോക്കിയാലും മതി. പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസസ്. വലിയ സെന്റൻസ് ആയിട്ട് ഫുൾ ഒന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്യണ്ട. ഇതൊന്നും പോയിന്റ്സ് നോക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ എന്തായാലും പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ മിക്കവാറും ചോദിക്കാറുണ്ട്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. എല്ലാം കൂടി ബൈഹാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കിയേ, secures information by completing database backups. ഇൻഫർമേഷൻസ് സെക്യൂർ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ആ ഇൻഫർമേഷൻ സെക്യൂർ ആണ്, സുരക്ഷിതമാണ്. ഒരു തേർഡ് പാർട്ടിക്ക് കയറി എടുക്കാൻ പറ്റില്ല, അത് സുരക്ഷിതമായിട്ട് വെച്ചേക്കാണ് അല്ലെ. സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ എങ്ങനെയാ? കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്.
ഡേറ്റാബേസ് ബാക്കപ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കാം. അതായത് ഓരോ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ട് അത് ഇൻഫർമേഷൻസ് സെക്യൂർ ചെയ്യുക. സെക്യൂർ ഇൻഫർമേഷൻ അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. ബൈ കംപ്ലീറ്റിംഗ് ഡേറ്റാബേസ് ബാക്കപ്സ്. അതിനകത്തെ കുഞ്ഞതാക്കി ഞാൻ പറയാം, നിങ്ങൾ അത്രയും മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നാമത്തേത് റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്. റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ് അത്ര നോക്കിയാൽ മതി. പിന്നെ ബാക്കിത്തെ ആ സെന്റൻസ് തരികയാണെങ്കിൽ ഫുൾ ആയിട്ട്, അപ്പൊ അത് ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പിന്നെ രണ്ടാമത്തേല് ഹെൽപ്പ് ഫിസിഷ്യൻ ഇൻ ഡെയിലി വർക്ക്, അത്രയും മതി. പിന്നെ അടുത്തത് കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്പ് പേഷ്യന്റ് റെക്കോർഡ്സ്. പിന്നെ അടുത്തത് എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി, അത്രയും മതി. കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ വേണ്ട, എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി. പിന്നെ അടുത്തത് പ്രൊസീജിയർ ഇൻഫർമേഷൻ ബൈ ഇന്റർപ്രറ്റിംഗ് ഡിറ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറി. മൂന്നായിട്ട് കൊടുത്തേക്കണം. പിന്നെ അടുത്ത പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസസ്, അത്രയും മതി. പിന്നെ അടുത്തത് സെക്യൂർ ഇൻഫർമേഷൻ, സെക്യൂർ ചെയ്യുക, വിവരങ്ങൾ സെക്യൂർ ചെയ്യുക, സുരക്ഷിതമാക്കുക. അടുത്ത നോക്കി, കീപ് പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓപ്പറേഷൻ ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. കീപ്സ് പേഷ്യന്റ് കോൺഫിഡൻസ്, keep patient confidence and protect operation by keeping information secret. പേഷ്യൻസിന്റെ കോൺഫിഡൻസ് അത് കീപ്പ് ചെയ്യുക, അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് keep patients confidence and protect operations by keeping information secret. എന്താ ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് സീക്രട്ട് ആക്കി വെക്കുന്നതിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. പേഷ്യൻസിന്റെ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ വിവരങ്ങള് നമ്മളവിടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങള് അതവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് അത് എന്താണ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് പേഷ്യൻസില് കൊടുത്ത് എന്താണ് പേഷ്യൻസിന്റെ ആ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. പേഷ്യൻസ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുക. എങ്ങനെ? ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. ആ ഇൻഫർമേഷൻ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സീക്രട്ട് ആക്കി കീപ്പ് ചെയ്യുക. ഓക്കെ. അടുത്തത് നോക്കിയാൽ മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ്, ഓഫീസ് സപ്ലൈകള് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻവെന്ററി സ്റ്റോക്ക്, ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ബൈ ചെക്കിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് ചെക്ക് ചെയ്തുകൊണ്ട്. മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി, അത്രയും മതി. മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് ചെക്ക് ചെയ്തുകൊണ്ട് സപ്ലൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. Keep the office equipment operational by following operating instructions. Keep office equipments, ഓഫീസിലെ എക്യുപ്മെന്റ്സ് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ബൈ ഫോളോയിങ് ഓപ്പറേഷണൽ ഇൻസ്ട്രക്ഷൻ, അതായത് ഓരോ പ്രവർത്തനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഓരോ എന്താ പറയാ ഓരോ എക്യുപ്മെന്റ്സിന്റെയും നിർദ്ദേശങ്ങള് അത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ ഓഫീസ് എക്യുപ്മെന്റ്സും എല്ലാം ഒരു പ്രവർത്തനക്ഷമമാക്കി അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ. അടുത്ത നോക്കിയേ, maintain quality research by following enforcing standards. Quality research maintain ചെയ്യുക.
നല്ല ഒരു ഗുണനിലവാരമുള്ള ഗുണമേന്മയുള്ള റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെ? ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എല്ലാ സർവീസിന്റെയും സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ട്, എൻഫോഴ്സ് ചെയ്യുക, മെച്ചപ്പെടുത്തുക, സ്റ്റാൻഡേർഡ്സ് മെച്ചപ്പെടുത്തി അത് ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ നമ്മുടെ റിസൾട്ടിന്റെയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, സർവീസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. സർവ്സ് ആൻഡ് പ്രൊട്ടക്ട്, സെർവ് ചെയ്യുക, ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി. ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യുക, അത് സെർവ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സ്റ്റിക്ക് ചെയ്തുകൊണ്ട്, ഒരു ഇല്ല അപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി, സമൂഹം, അത് നല്ലൊരു സെർവ് ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി. ഇത്രയും മതി. പിന്നെ എല്ലാം ബൈ ബൈ എന്ന് പറഞ്ഞ ആ രീതിയിലൂടെ എന്നാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അത് ജസ്റ്റ് അത്രയും നോക്കി വെച്ചാൽ മതി. പിന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ എന്തായാലും പഠിക്കണം. ഇത് പിന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാട്ടോ. Serves and protect healthcare community by sticking professional standards. അടുത്ത നോക്കിയേ, update job knowledge by participating in educational opportunities. അപ്ഡേറ്റ് ചെയ്യുക, നവീകരിക്കുക. ജോബ് നോളജ് അപ്ഡേറ്റ് ചെയ്യുക, പുതുക്കുക അല്ലെങ്കിൽ നവീകരിക്കുക. By participating in എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്? എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് കിട്ടുന്ന അവസരങ്ങള്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ജോബ് നോളജ് പുതുക്കുക അല്ലെങ്കിൽ നവീകരിക്കുക. ലൈക്ക് ഏതുപോലെ? റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്. ഇങ്ങനെയാ? പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് വായിക്കുന്നത് പോലെ, അല്ലെ? പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് വായിക്കുന്നത് അതെന്താണ്? നമുക്കൊരു നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, ഒരു നല്ലൊരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ആണ്. അതിന് നമ്മൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്താണ്? ജോബ് നോളജ്, ജോലിയെ കുറിച്ചുള്ള അറിവ് കുറച്ചും കൂടി പുതുക്കുക, നവീകരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നോക്കിയേ, കീപ് മെഡിക്കൽ റെക്കോർഡ്സ്. എങ്ങനെയാണ്? ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ്, കത്തിടപാടുകള്, ഫയലുകള്, ഇതെല്ലാം കീപ്പ് ചെയ്യുക. Then perform different clerical and administrative function under the supervision of physician. ഫിസിഷ്യന്റെ സൂപ്പർവിഷനില്, മേൽനോട്ടത്തില് എന്താണ്? പലതരത്തിലുള്ള ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ, ക്ലറിക്കൽ ആയിട്ടുള്ള, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങള്, കാര്യങ്ങള് നിർവഹിക്കുക, പെർഫോം ചെയ്യുക. ഇത് ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്കൊരു ക്ലറിക്കൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ്, അല്ലെ, കാര്യനിർവഹണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഇത് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതിന് ഫസ്റ്റത്തെയും സെക്കൻഡേയും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാം കൂടി ബൈഹാർട്ട് ചെയ്യണ്ട. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. അതായത് അത് ഇത്രയും വലിയ വലിച്ചു വാരി ആ ഫുള്ള് സെന്റൻസ് വൈസ് പഠിക്കണ്ട. ഇനി 2-3 കൂടി ഉണ്ട്. ഇത്രയും നോക്കി ഒരു 4 പോയിന്റ്സും കൂടി ഇനി കിടക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ പോലെ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി കണ്ടോ. ഇനി അടുത്ത് നോക്കിയേ, ജോബ് സമ്മറി ആൻഡ് OPD ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. OPD എക്സിക്യൂട്ടീവിന്റെ ആണ് അടുത്തത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD എക്സിക്യൂട്ടീവിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഇതിനകത്ത് പേര് പോലെ തന്നെയാണ്. കണ്ടോ? ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറി ഉണ്ടോ? അതെല്ലാം ഇങ്ങനെ ആ ഒരു ഇതിലാണ്, പേര് പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റുകൾ നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം. ഈ ഒരു 3 പോയിന്റ് കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് 3-4 പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അത് നിങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റത്തേലും അതിന്റെ ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞല്ലേ? എല്ലാ പോയിന്റ്സും കഴിഞ്ഞു.
perform different clerical and administrative function under the supervision of physician. Physicianന്റെ സൂപ്പർവിഷനില് ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് നിർവഹിക്കുക. ക്ലിയർ ആയോ? ഒന്നുകൂടി നമുക്ക് കുഞ്ഞതാക്കി ഒന്ന് പെട്ടെന്ന് പറഞ്ഞോ. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്. അത്ര നോക്കിയാൽ മതി. ഫിസിഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഫിസിഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഫിസിഷ്യനെ സ്ക്രീനിങ്ങില് റെപ്രസെന്റ് ചെയ്യുക. ഷെഡ്യൂളിങ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. ഒന്നാമത്തെ അത്രയും നോക്കിയാൽ മതി. രണ്ടാമത്തെ ഫിസിഷ്യന്റെ ഡെയിലി വർക്കിൽ ഹെൽപ്പ് ചെയ്യുക. ഫിസിഷ്യൻ ഡെയിലി വർക്ക്. അടുത്തത് കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുക. പേഷ്യന്റിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. പിന്നെ അടുത്തത് എൻഷുർ, ഉറപ്പുവരുത്തുക ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടർ. അതായത് കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പ്രോഗ്രാംസും ഡേറ്റ് അനുസരിച്ച് ചാർട്ട് ചെയ്ത് വെക്കുക. അതാണ് ഓരോ പ്രോഗ്രാംസും, ഫിസിഷ്യന്റെ ഓരോ പ്രോഗ്രാംസും ചാർട്ട് ചെയ്ത് വെക്കുക. അതാണ് എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി. അടുത്ത പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ. ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിറ്റക്ഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്, ക്രിയേറ്റിംഗ് സമ്മറി. അതിനുള്ള പ്രൊസീജിയേഴ്സ്. പിന്നെ പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസസ്. ഹിസ്റ്റോറിക്കൽ റെഫറൻസുകൾ പ്രൊവൈഡ് ചെയ്യുക. സെക്യൂർസ് ഇൻഫർമേഷൻ, കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്പ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ബാക്കപ്പിലൂടെ എന്താണ് ഇൻഫർമേഷൻ സെക്യൂർ ആക്കുക. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ സെക്യൂർ ആക്കുക. പിന്നെ അടുത്തത് കീപ് പേഷ്യൻസ് കോൺഫിഡൻസ്. പേഷ്യൻസിന്റെ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക. എങ്ങനെ? അതായത് അവരുടെ ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക. പിന്നെ അടുത്ത എന്താ? മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഓഫീസ് സപ്ലൈ ഇൻവെന്ററി ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത് നോക്കിയാൽ കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ്സ് കീപ്പ് ചെയ്യുക. എങ്ങനെ? ആ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങളുണ്ടല്ലോ, ഓരോ എക്യുപ്മെന്റ്സും പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കറക്റ്റ് നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഓഫീസ് എക്യുപ്മെന്റ്സുകൾ സംരക്ഷിക്കുക. അടുത്തത് മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് അല്ലെ, അത് മെച്ചപ്പെടുത്തിക്കൊണ്ട് ക്വാളിറ്റി, നല്ലൊരു റിസൾട്ട്, ക്വാളിറ്റി റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് അത് എൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ക്വാളിറ്റി റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത നോക്കിയ സെർവ് ചെയ്യുക. സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി. ഒരു ആരോഗ്യപരമായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഒരു സമൂഹം, അതിനെ നമ്മൾ സെർവ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ അടുത്തത് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ നോളേജ് അപ്ഡേറ്റ് ചെയ്യുക, നവീകരിക്കുക. എങ്ങനെയാണ്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. എഡ്യൂക്കേഷണൽ അവസരങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്. അതായത് എങ്ങനെയാ? നമ്മള് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് റീഡ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ അവർക്ക് ജോബ് നോളേജ് അപ്ഡേറ്റ് ചെയ്യുക, നവീകരിക്കുക, പുതുക്കുക. പിന്നെ മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുക. ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്, കത്തിടപാടുകൾ സംബന്ധിക്കുന്ന ഫയലുകൾ, ഇതെല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. പിന്നെ അടുത്തത് എന്താ? ലാസ്റ്റ് പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. ആരുടെ സൂപ്പർവിഷനില്? അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ. ആ ലാസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഫിസിഷ്യന്റെ ആ സൂപ്പർവിഷനില് ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുക. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് എടുത്തോളൂ കേട്ടോ. 2 പേജായി എടുത്തോളൂ. ഇത് ജോബ് സമ്മറി ആയതുകൊണ്ടേ നമ്മള് ഒരുപാട് അങ്ങ് നോക്കി പോയിട്ടില്ല. ഇന്നെടുത്തതിൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയിൽ നമ്മൾ പഠിക്കണം. ഇതൊന്നും വായിച്ചു വെക്കണം. പഠിക്കണ്ടെന്നല്ല, ഇങ്ങനൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ.
ഇത് കണ്ടിന്യൂസ് ഇതിങ്ങനെ പോയിന്റ്സ് മാത്രം ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തതും ജോബ് സമ്മറി ആണ് OPD കേട്ടോ. OPD എക്സിക്യൂട്ടീവിന്റെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.